ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ചാർജുകളെ കുറിച്ചാണ്. ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചാർജ് നമുക്കറിയാം, ബ്രോക്കറേജ്. പക്ഷേ അതുകൂടാതെ മറ്റു പല ചാർജുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിറ്റേ ദിവസം, അതായത് രാത്രി കോൺട്രാക്ട് നോട്ട് വരുമ്പോൾ അതിൽ കാണാൻ പറ്റുന്നുണ്ടാവും പലതരം ചാർജസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. പിറ്റേ ദിവസം, അതായത് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്ത ബാലൻസ് ആയിരിക്കില്ല പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നത്. അത് മറ്റു ചാർജസ് കഴിച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും പിറ്റേ ദിവസം കാണിക്കുന്നത്. ഇങ്ങനെ എന്തെല്ലാം ചാർജസ് ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ചാർജസ് ചിലപ്പോൾ ഇൻട്രാഡേയിൽ വ്യത്യാസം ഉണ്ടാവും, പൊസിഷണൽ ട്രേഡ്സിന് വ്യത്യാസമുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചാർജ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ബ്രോക്കറേജ് ചാർജ്. ബ്രോക്കറേജ് ചാർജ് കുറക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതായത് നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത അപ്സ്റ്റോക്സ്, ഫയേഴ്സ്, ഇത് രണ്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് തന്നെയാണ്. അതിൽ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്കൗണ്ട് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, അതിലെല്ലാം ഈ 0.01 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 20 റുപ്പീസാണ് ഇതിൻ്റെ ക്യാപ്പ് ബ്രോക്കറേജിലുള്ള. പിന്നെ ഇങ്ങനെ പേഴ്സൻറ്റേജ് വൈസ് നമ്മൾ ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ പേഴ്സൻറ്റേജ് വൈസ് ബ്രോക്കറേജ് എടുക്കുന്ന ബ്രോക്കേഴ്സിനാണ്. ഇപ്പോൾ നോർമൽ ബ്രോക്കേഴ്സ്, അതായത് ഇപ്പോൾ കൺവെൻഷനൽ സാധാരണയായിട്ട് കാണുന്ന ഷെയർഖാൻ, അങ്ങനെയുള്ള ജിയോജിത്ത് പോലെയുള്ള ബ്രോക്കേഴ്സ് എല്ലാം നമ്മൾ ടോട്ടൽ ട്രാൻസാക്ഷൻ്റെ ബേസിലാണ് അവർ ചാർജസ് എടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു എമൗണ്ട്. ഞാനിപ്പോൾ മുമ്പ് ട്രേഡ് ചെയ്യുന്ന സമയത്തല്ല, ഇപ്പോൾ നല്ല എമൗണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ 1000 റുപ്പീസെല്ലാം ബ്രോക്കറേജ് കൊടുത്തിരുന്നു പണ്ട് കാലത്ത് ഷെയർഖാനിലെല്ലാം ട്രേഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ പിന്നീട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലെ അക്കൗണ്ട് എടുത്തപ്പോൾ അത് വളരെയധികം കുറക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ അതിൽ ആ രീതിയിൽ ഇങ്ങനെയുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലെ അക്കൗണ്ട്, അപ്സ്റ്റോക്സ്, ഫയേഴ്സ് പോലുള്ള അക്കൗണ്ട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലെ അക്കൗണ്ട് എടുത്താൽ അങ്ങനെ ആ രീതിയിൽ നമുക്ക് കുറക്കാൻ പറ്റും. ഇനി വരുന്നൊരു പ്രധാനപ്പെട്ട ചാർജാണ് STT, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഇനി ബാക്കി വരുന്ന ചാർജസ് എല്ലാം, നമ്മൾ പറയാൻ പോകുന്ന ചാർജസ് എല്ലാം ഈ ബ്രോക്കേഴ്സായിട്ട് ഡയറക്റ്റ് ലിങ്ക് ഇല്ല. ഒന്നുകിൽ അത് ഗവൺമെൻറ് അല്ലെങ്കിൽ എക്സ്ചേഞ്ചസ്, അങ്ങനെയുള്ളവർ ചാർജ് ചെയ്യുന്ന ചാർജസാണ്. അതിൽ പ്രധാനപ്പെട്ടാണ് STT അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഇത് ഡെലിവറി ട്രേഡ് ആണെങ്കിൽ രണ്ട് സൈഡിലേക്ക്, അതായത് ബൈ സൈഡും സെൽ സൈഡും 0.1% ഓഫ് ടോട്ടൽ ട്രാൻസാക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബൈയും സെല്ലും കൂട്ടിയിട്ടുള്ള അതിൻ്റെ ടോട്ടൽ കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ടിൻ്റെ 0.1%. ഇനി ഇൻട്രാഡേ ആണെങ്കിൽ STT ചാർജ് ചെയ്യുന്നത് സെൽ സൈഡിലേക്ക് മാത്രമാണ്. അതായത് സെൽ ചെയ്യുന്ന എമൗണ്ടിൻ്റെ 0.025% ഓഫ് ടോട്ടൽ ട്രാൻസാക്ഷനാണ് ഇൻട്രാഡേക്ക് ചാർജ് ചെയ്യപ്പെടുന്നത്. അത് പക്ഷേ നമ്മൾ ഇൻട്രാഡേയിൽ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ട്, നമ്മൾ ലിവറേജ് എടുത്തിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ടോട്ടൽ ട്രാൻസാക്ഷൻ വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതായത് സെൽ സൈഡിൽ വരുന്ന ട്രാൻസാക്ഷന് ബൈൻ്റെ കൂട്ടിയില്ല ഇൻട്രാഡേ ആണെങ്കിൽ അതിൻ്റെ 0.025% ആയിരിക്കും ട്രാൻസാക്ഷൻ STT ടാക്സ് വരുന്നത്, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. ഓക്കെ, നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ് ഉപയോഗിക്കുന്നുള്ളതെങ്കിൽ നമുക്ക് ബ്രോക്കറേജ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും. പക്ഷേ ഈ ടാക്സ് എമൗണ്ട് ആയിരിക്കും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കാണുന്നത്. ശരിക്കും ബാക്കിയുള്ള, അതായത് നമ്മുടെ ട്രേഡിംഗ് ചാർജസിൽ പ്രത്യേകമായിട്ട് കാണുന്ന ഏറ്റവും കൂടിയ ഒരു എമൗണ്ട് ഇത് തന്നെയായിരിക്കും, STT ആയിരിക്കും. അല്ലാതെ ബ്രോക്കറേജ് നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കർ ആയതുകൊണ്ട് തന്നെ കുറഞ്ഞു കിട്ടും. പക്ഷേ ഓക്കെ, ഇനി അടുത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ചാർജാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി. അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കും മിക്കവാറും. അത് സ്റ്റേറ്റ് വൈഡ്, ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്ത ചാർജസ് ആണുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരിക്കാം. അപ്പോൾ ഇത് സ്റ്റേറ്റ് മാറുന്നതിനനുസരിച്ച് വ്യത്യാസം വരും. പക്ഷേ ഇതൊരു ചെറിയൊരു എമൗണ്ടാണ്, അത് അത്ര വലിയ ഇതാക്കേണ്ടതില്ല. പിന്നെ വരുന്ന എമൗണ്ടാണ് ട്രാൻസാക്ഷൻ ചാർജ്. ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ചാർജ് ചെയ്യുന്ന ചാർജാണ്. ട്രാൻസാക്ഷൻ ചാർജ് ബോത്ത് സൈഡ്, അതായത് ബൈ സൈഡ് ആയാലും സെൽ സൈഡ് ആയാലും രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു പെർസെൻറ്റേജാണ്, അതായത് ഒരു നിശ്ചിത പെർസെൻറ്റേജാണ് ട്രാൻസാക്ഷൻ ചാർജ് ആയിട്ട് എടുക്കുന്നത്. ഇതിൽ ഇൻട്രാഡേക്കും ഡെലിവറി ട്രേഡ് ആയാലും രണ്ടായാലും സെയിം തന്നെയാണ് ഇതിൻ്റെ എമൗണ്ട്, അതായത് ടാക്സ്. അടുത്ത എമൗണ്ട് സെബി ടേൺ ഓവർ ടാക്സ് ആണ്, ടേൺ ഓവർ ചാർജസ് ആണ്. ഇത് രണ്ട് സൈഡും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ബൈ സൈഡും സെൽ സൈഡും കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിൻ്റെയാണ്. ഇത് ഇൻട്രാഡേക്കായാലും ഡെലിവറിക്കായാലും സെയിം എമൗണ്ട് തന്നെയാണ്. അടുത്തായിട്ട് വരുന്നത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻറ്റ് DP ചാർജാണ്. ഈ ചാർജ് വരുന്നത് പ്രധാനമായിട്ട് ഡെലിവറി ട്രേഡ്സിന് മാത്രമാണ്. നമ്മൾ സ്റ്റോക്ക് വാങ്ങിയിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ മാത്രം വരുന്ന ചാർജാണ്. ഇത് വ്യത്യാസം ഉണ്ടാവും, പല ബ്രോക്കറിലും വ്യത്യാസമായിരിക്കും. 10 മുതൽ 35 രൂപ വരെ വ്യത്യാസം ഉണ്ടാകാറുണ്ട് സാധാരണയായിട്ട്. ഇപ്പോൾ അപ്സ്റ്റോക്സിലെല്ലാം ആണെങ്കിൽ 20 രൂപേൻ്റെ താഴെയാണ്. പക്ഷേ ചില ബ്രോക്കേഴ്സ് ഇപ്പോൾ 5 പൈസയിലെല്ലാം ആണെങ്കിൽ 30 രൂപേൻ്റെ മുകളിലാണ് ഇത് ചാർജ് കാണുന്നത്. ഇതും ബ്രോക്കേഴ്സിന് കിട്ടുന്ന എമൗണ്ട് അല്ല, ഡെപ്പോസിറ്ററി, അതായത് നമ്മുടെ NSDL, CDSL ഇവ ഈ ബ്രോക്കറിന് നിന്ന് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒരു എമൗണ്ട് ചാർജ് ചെയ്യും ടോട്ടലായിട്ട്. ആ എമൗണ്ട് നമ്മുടെ നിന്ന് ചെറിയൊരു എമൗണ്ടായിട്ട് എടുക്കുന്നതാണ് ഈ ചാർജ്.
ഈ ചാർജും ഞാൻ പറഞ്ഞു ഡെലിവറി ട്രേഡ്സ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടേ ഉള്ളൂ. അതുകൂടാതെ ഇത് പെർ സ്ക്രിപ്റ്റ് വൈസ് ആണ്. അതായത് ഒരു സ്റ്റോക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിലയൻസിൻ്റെ നമ്മൾ ഡെപ്പോസിറ്റിൽ റിലയൻസ് ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ പല സ്റ്റോക്ക് ഉണ്ടെങ്കിൽ റിലയൻസ് സെല് ചെയ്യുമ്പോൾ ഒരു ഡെപ്പോസിറ്ററി ചാർജ്, അതായത് ഓരോ സ്ക്രിപ്റ്റ് വൈസ് ആയിട്ടായിരിക്കും ഇതിന് ചാർജ് ചെയ്യുന്നത്. അതിപ്പോൾ ഒരു സ്റ്റോക്ക് ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു സ്റ്റോക്കായാലും 10 ആയാലും 100 സ്റ്റോക്കായാലും ആ ഒരു എമൗണ്ട് ഫിക്സഡ് എമൗണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഡെപ്പോസിറ്ററി 10 ആണെങ്കിൽ 10 തന്നെ ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്ക് വിറ്റാലും 20 സ്റ്റോക്ക് വിറ്റാലും 100 സ്റ്റോക്ക് വിറ്റാലും അതേ ഫിക്സഡ് ചാർജ് ആയിരിക്കും ചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ട് ചെറിയ സ്റ്റോക്കുകൾ ട്രേഡ് പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് നല്ലൊരു ഇതായിട്ട് മാറും. കാരണം ചില ആൾക്കാരെല്ലാം ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ 10 സ്റ്റോക്കെല്ലാം വാങ്ങി ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ചാർജ് വരുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് മിക്കവാറും ഇതിൽ തന്നെ പോകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടാന്ന് അവർ ചെയ്യുന്നുള്ളെങ്കിൽ അത് വലിയ കാര്യമാക്കേണ്ടതില്ല. എങ്കിലും ഇങ്ങനെ ഒരു ചാർജ് വരാനുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു സ്റ്റോക്കല്ല, ഒരു സ്ക്രിപ്റ്റ്, അതായത് ഇപ്പോൾ പെർ സ്ക്രിപ്റ്റ് ബേസിലാണ് ഇതിന് ചാർജ് ചെയ്യപ്പെടുന്നത്. ഓക്കെ.